അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അമൃതേച്ചി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. പിന്നെ സാറാണോ അത് സ്വയം അങ്ങ് തീരുമാനിക്കുന്നത്? തീരുമാനിച്ചതും പറഞ്ഞതും ചെയ്തതും ഒന്നും ഞാനല്ല, നിങ്ങളുടെ ചേച്ചി തന്നെയാ. സ്വന്തം അച്ഛനെ കൊന്ന കുറ്റം അമൃത സമ്മതിച്ചു. ചന്ദ്രസേനെ കൊല്ലാൻ പദ്ധതിയിട്ടതും അതിനുവേണ്ടി അനന്തകൃഷ്ണനെ ഏർപ്പാടാക്കിയതും അമൃത തന്നെയായിരുന്നു. ഇല്ല, ഞങ്ങളുടെ ചേച്ചി ഒരിക്കലും അത് ചെയ്യില്ല. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതിനിത് ഞാൻ പറഞ്ഞതല്ല, അമൃത സ്വയം സമ്മതിച്ചതാ. ഞങ്ങള് ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാളാണ് അമൃതേച്ചി. ഞങ്ങള് മറന്നിട്ട് ഒരു കാര്യവും ഒരു കാലത്തും അമൃതേച്ചി ചെയ്യില്ല. അമൃത ഈ കൊടും ക്രൂരത ചെയ്തതും നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാ. ഏതൊരു ക്രൈമിനും പിന്നിൽ ഒരു മോട്ടീവ് ഉണ്ടാവും. എന്നുവെച്ചാ കുറ്റവാളി ആ കുറ്റകൃത്യം ചെയ്യാനുള്ള കാരണം. അത് കണ്ടെത്താനായാൽ ഏത് കുറ്റകൃത്യവും തെളിയിക്കാൻ എളുപ്പമാ. അമൃതയുടെ കാര്യത്തിലും സ്വന്തം അച്ഛന്റെ കൊലപാതകത്തിലുള്ള മോട്ടീവ് ഞങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു. സാർ എന്താ പറഞ്ഞു വരുന്നേ? അമൃതേച്ചിക്ക് ഞങ്ങളുടെ അച്ഛനെ കൊല്ലാൻ എന്ത് മോട്ടീവാ ഉണ്ടായിരുന്നത്? അതൊക്കെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. അമൃതേച്ചി ഒരു ഉറുമ്പിനും പോലും നോവിക്കാത്ത പാവമാണ് സർ. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ സ്വന്തം അച്ഛനെ കൊല്ലാൻ കഴിയും? അത് ചെയ്തിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? അത് പോയിന്റ്. ആ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ആരാധ്യയുടെ പോലീസ് ജോലി ചന്ദ്രസേനൻ നഷ്ടപ്പെടുത്തിയുള്ള ദേഷ്യവാ പ്രധാനമായും പ്രതിയെ കൊണ്ട് ചെയ്യിച്ചത്. ഇല്ല, ചേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പാവ അമൃതേച്ചിയെ തല്ലി ചതച്ച് ഇതൊക്കെ സമ്മതിപ്പിച്ചതാ നിങ്ങള്. പോലീസുകാരെ നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തല്ലിയും ശാരീരികമായി ഉപദ്രവിച്ചും കുറ്റം തെളിച്ചിരുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞു. ഞങ്ങൾ പ്രതിയുടെ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ലെന്ന് അവരെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ വളരെ ശാസ്ത്രീയമായ അമൃതയെ ചോദ്യം ചെയ്തത്. പ്രതികളെ രണ്ടുപേരെയും നാളെ കോടതി ഹാജരാക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ജാമ്യം എടുക്കാൻ ശ്രമിക്കാം. പക്ഷെ മരിച്ച ചന്ദ്രസേന്റെ ബോഡി പോലും ഇനിയും കണ്ടെത്താത്ത സ്ഥിതിക്ക് രണ്ടുപേരെയും കസ്റ്റഡി വാങ്ങാൻ തന്നെ ഞങ്ങൾ ശ്രമിക്കും. നടക്കാത്ത കൊലപാതകത്തിന് എങ്ങനെ ബോഡി കണ്ടുപിടിക്കും സർ? അതൊക്കെയല്ലേ പോലീസിന്റെ പണി. വളരെ കൊതിയോടെ പോലീസ് യൂണിഫോം അണിയുന്ന ദിവസം കാത്തിരുന്നതാ ഞാൻ. ഇപ്പൊ അതൊരു തെറ്റായ തീരുമാനമായി പോയെന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് ചേച്ചി ഒന്ന് കാണണം. പിന്നെന്താ, കാണാലോ. ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ ചേച്ചിയോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. സർ, നമ്മുടെ ചന്ദ്രസേനൻ വധക്കേസ് പ്രതി അമൃതയുടെ അനുജത്തിമാരെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചേക്ക്. ശരി സാർ, വരൂ. ചേച്ചി ഇവിടെ നടക്കുന്നത്? ചേച്ചി അവർ ഉപദ്രവിച്ചോ? ചേച്ചി ഇങ്ങനെ കരയല്ല. എന്ത് വില കൊടുത്തും ചേച്ചി ഞങ്ങൾ ഇവിടുന്ന് രക്ഷിക്കും. എന്നെ രക്ഷിക്കാൻ
ഇനി ആരും ശ്രമിക്കണ്ട. അതിന് ഇനി ആർക്കും കഴിയില്ല. അമൃതേച്ചി എന്താ അങ്ങനെ പറഞ്ഞേ? ആ സിയെ പറഞ്ഞ ഒന്നും കേട്ട് ചേച്ചി വിഷമിക്കണ്ട. ചേച്ചി ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്. സിഐ നിങ്ങളോട് പറഞ്ഞത് ശരിയാ. നമ്മുടെ അച്ഛനെ കൊന്നത് ഞാനാ. കൃഷ്ണേട്ടനെ കൊണ്ട് നമ്മുടെ അച്ഛനെ കൊല്ലിപ്പിച്ചത് ഞാനാ. ആരെ പേടിച്ച ചേച്ചി ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു കാര്യം അമൃതേച്ചിക്ക് ചിന്തിക്കാൻ പോലും ആവില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. ഇല്ല, ഞാൻ തന്നെ അത് ചെയ്തത്. ഞാൻ തന്നെ അത് ചെയ്തത്. ചേച്ചി എന്റെ വിധിക്ക് വിട്ടേക്ക് മക്കളെ. ഇനി നിങ്ങളുടെ ജീവിതത്തിന് മുകളിൽ ഒരു തണലായി ഈ ചേച്ചി ഉണ്ടാവില്ല. മോളെ, ഇനി നീ വേണം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവരെ നോക്കാൻ. മോളെ, ഹോട്ടലിന്റെ കാര്യങ്ങൾ മുഴുവൻ ഉത്തരവാദിത്തത്തോടെ നീ ഏറ്റെടുക്കണം. ഭംഗിയായിട്ട് നടത്തണം. അതിന് നീ ഉഴപ്പാതെ ട്രെയിനിങ് പൂർത്തിയാക്കണം. മിടുക്കിയായിട്ട് വരണം. എന്തിനാ അമൃതേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ആതിര മാത്രമല്ല, ആരാധ്യം ഫിറ്റ്നസ് ഒക്കെ പാസ്സായി സ്വപ്നം കണ്ട ജോലി നേടണം. നേരും നിറയുള്ള ഒരു പോലീസുകാരിയെ മാറണം. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ചേച്ചിക്ക് അറിയാം, ഞങ്ങൾക്കും അറിയാം. പിന്നെ പിന്നെ ആർക്ക് വേണ്ടിയാ, എന്തിനു വേണ്ടിയാ ചേച്ചി ഇങ്ങനെ സ്വയം കുറ്റം ഏറ്റെടുക്കുന്നേ? ആതിരയെ പോലീസ് ക്യാമ്പിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. ആരാധ്യക്ക് ഇനി ഒരു ബാച്ചിലും ട്രെയിനിങ്ങിൽ കയറി എസ്ഐ ആകാൻ പറ്റാതെ വരും. തീർന്നില്ല. നിന്റെ അനുജത്തിക്ക് PSC ടെസ്റ്റ് എഴുതാൻ പോലും ഇനി കഴിയില്ല. മറ്റൊരനിയത്തി അനഘയെ ഹോസ്പിറ്റലിൽ നിന്ന് പിരിച്ചുവിടും. സർ പ്ലീസ്, ദയവേത് എന്റെ അനിയത്തിമാരെ ഉപദ്രവിക്കരുത്. അങ്ങനെയാണെങ്കിലേ നീ കുറ്റം സമ്മതിക്കണം. ഒരു വിശ്വാസത്തിന് അനുജത്തിമാരോടും അത് തന്നെ പറയണം. എന്തിനെങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കുന്ന അമൃതേച്ചി? ഞാൻ പറഞ്ഞത് സത്യം. നമ്മുടെ അച്ഛനെ കൊന്നത് ഞാനാ. നിങ്ങൾക്ക് എന്നോട് പൊറുക്കാൻ പറ്റുമെങ്കിൽ പൊറുക്ക്. കൂടുതലൊന്നും എന്നോട് ചോദിക്കണ്ട. ഇനിയൊന്നും എനിക്ക് പറയാനുമില്ല. അമൃതേച്ചി, അമൃതേച്ചി ആരോടുള്ള വാശിയായി കാണിക്കുന്ന? ഇങ്ങനെ വീണ്ടാതിരിക്കല്ലേ അമൃതേച്ചി. അമൃതേച്ചി, അതെ, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കരുത്. ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല. മതി കണ്ടത് സംസാരിച്ചതൊക്കെ. എല്ലാരും പോയേ, പോയേ പോയേ.
എന്തായി? അമൃതേച്ചിയെ കണ്ടോ? കണ്ടു. അമൃതേച്ചി എന്താ പറഞ്ഞത്? ചേച്ചി കുറ്റം സമ്മതിച്ചു. കുറ്റം സമ്മതിച്ചെന്നോ? എന്തൊക്കെയാ പറയുന്നേ? ഒരു തെറ്റും ചെയ്യാത്ത അമൃത എങ്ങനെ കുറ്റം സമ്മതിക്കുന്നേ? ഇത് തന്നെയാ സഹദേവ മാമ ഞങ്ങളും ചോദിച്ചത്. നിരപരാധിയായ അമൃതേച്ചി എന്തിനാ കുറ്റം ഏറ്റതെന്ന്. പോലീസുകാർ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അമൃതേച്ചി കുറ്റം സമ്മതിക്കേണ്ട കാര്യം എന്താ? ട്രെയിനിങ് ക്യാമ്പിൽ പോയതുകൊണ്ട് പോലീസിന്റെ ഒരു രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുമെന്ന് പറയുന്നതൊന്നും വെറുതെ അല്ല. അമൃതയെ പോലീസുകാർ ഉപദ്രവിച്ചോ? അതില്ല. ശാരീരികമായി മാത്രമല്ല മാമ, മാനസികമായും പോലീസുകാര് പ്രതികളെ ടോർച്ചർ ചെയ്യും. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത നമ്മുടെ അമൃതേച്ചി ഒരു കൊലക്കേസിലെ പ്രതിയായി ലോക്കപ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എന്റെ ചങ്ക് തകർന്നു പോയി. പാവ അമൃതേച്ചി. മോളെ, ഇല്ല, അമൃത മോള് തോൽക്കില്ല. ഈ പരീക്ഷണവും അവൾ കടന്നു വരും. ജീവിതത്തിൽ അവൾ താണ്ടിയ വഴികളോർത്ത, അവൾ നേരിട്ട പ്രതിസന്ധികൾ ഓർത്ത ഇതൊന്നും ഒന്നുമല്ല. തീയിൽ കുരുത്തോളം അവള് അങ്ങനെ എളുപ്പമൊന്നും വരുത്ത് പാടില്ല. അമൃതേച്ചിയെ സമ്മർദ്ദത്തിലാഴ്ത്തി പോലീസുകാരെ കുറ്റം സമ്മതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ വളരെ ഗൗരവമുള്ള കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഇവിടെ കുറ്റം സമ്മതിച്ചിട്ട് കോടതിയിൽ നിരപരാധിത്വം തുറന്നു പറയാനായിരിക്കുമോ അമൃതേച്ചിയുടെ പ്ലാൻ? അതൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് മണ്ടത്തരാണെന്ന് ഞാൻ പറയും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കോടതി മുറി. അവിടെ സത്യവും നീതിയും അല്ല, മറിച്ച് ബുദ്ധിയും സാമർഥ്യവുമാണ് വിജയിക്കുക. അമൃതേച്ചി ഇനി എത്ര കരഞ്ഞു പറഞ്ഞാലും കോടതി അതൊന്നും മുഖവിലേക്ക് എടുക്കണമെന്നില്ല. നാളെ അമൃതേച്ചി കോടതിയിൽ ഹാജരാക്കുമ്പോ അമൃതേച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്ന രേഖകള് നമ്മുടെ കയ്യിലുണ്ടാവണം. പക്ഷെ അമൃതേച്ചി കുറ്റവാളിയാക്കാൻ പാകത്തിനുള്ള എന്ത് തെളിവുകളാ പോലീസിന്റെ കയ്യിലുണ്ടാവുക? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പോലീസിന്റെ കയ്യിൽ ആകെ ഉള്ളത് ചോര പുരണ്ട ആയുധവും ചന്ദ്രസേനൻ ധരിച്ചിരുന്ന വസ്ത്രവും മാത്രമാണ്. അത് വെച്ച് ചന്ദ്രസേനൻ മരിച്ചെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അച്ഛനിപ്പോ പറഞ്ഞതൊക്കെ നാളെ നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാ. അതിന്റെ കൂടെ നമുക്കിനി ആകെ ചെയ്യാവുന്ന ഒരു കാര്യം അമൃതേച്ചിക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു വക്കീലിനെ അറേഞ്ച് ചെയ്യുക എന്നത് മാത്രം. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ഞാൻ വക്കീലങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിള് നല്ലൊരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വക്കീലങ്ങളൊന്ന് വിളിക്കട്ടെ. നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്താവും അമൃതേച്ചിയുടെ അവസ്ഥ? ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. മക്കളെ, നിങ്ങൾ വിഷമിക്കാതെ. ആരാ മോളെ? അഭേട്ടൻ അനിയത്തി അച്ചുവാ. ഹലോ അച്ചുമോളെ. അനഘേച്ചി, അഭിയേട്ടന്റെ ഒരു വിവരവും ഇല്ല. ഞങ്ങളെല്ലാരും ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അച്ചു വിഷമിക്കണ്ട. അഭേട്ടൻ എവിടെയാണെന്ന് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് ദേഷ്യമാണെന്ന് അറിയാം. എന്നാലും വിവരം അറിയാൻ മറ്റു വഴികളൊന്നും ഇല്ലാഞ്ഞിട്ടായി വിളിക്കുന്നത്. ആദ്യം കുറച്ച് ദേഷ്യം തോന്നിയെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ ഇപ്പൊ തീരെയില്ല. നിങ്ങളുടെ അച്ഛനെ അമൃതേച്ചി അഭേട്ടൻ അറിയാതെ സംരക്ഷിക്കാൻ പാടില്ലായിരുന്നു. കൃഷ്ണേട്ടൻ ആരാണെന്ന് അറിയാതെയാ ഞങ്ങൾ പോലും അയാളെ സ്നേഹിച്ചത്. അമൃതേച്ചി കാണിച്ച അബദ്ധം അത്.
അനഘേച്ചി, ഇപ്പൊ അച്ഛനെ കുറ്റം പറയേണ്ട സമയമല്ല. എങ്ങനെയും എന്റെ ഏട്ടനെ കണ്ടുപിടിക്കണം. നീ ഇങ്ങനെ സങ്കടപ്പെടാതെ അച്ചു. നമുക്ക് അഭേട്ടനെ എങ്ങനെയും കണ്ടുപിടിക്കാം. നിങ്ങളുടെ കലയമ്മ എന്റെ ഏട്ടനെ എന്തെങ്കിലും ചെയ്തതായിരിക്കോ? എനിക്ക് നല്ല സംശയമുണ്ട്. അവർക്കല്ലെങ്കിലും ഏട്ടനെ പണ്ടേ കണ്ടുകൂടാ. ഞങ്ങൾക്കും ആ സംശയമുണ്ട് അശ്വതി. എന്റെ ഏട്ടന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാനും അമ്മയും ജീവനോട് ഇരിക്കില്ല. നീ ഒന്ന് സമാധാനപ്പെട അശ്വതി. ഇവിടെ വിവേകേട്ടനും ആകാശേട്ടനും സഹദേവ മാമനും ഒക്കെ ഉണ്ട്. ഇവരെല്ലാം അഭിയേട്ടനെ അന്വേഷിക്കുന്നുമുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. ഞങ്ങൾ നിന്നെ വിളിച്ചോളാം. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ശരി, എന്നെ വിളിക്കണേ. ഉറപ്പായിട്ടും വിളിക്കാം. നീ ഫോൺ വെക്ക. പാവം അശ്വതി വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അമൃതേച്ചിയെ രക്ഷിക്കാൻ എല്ലാരും ഉണ്ട്. ഒടുവിൽ പാവ എന്റെ അച്ഛൻ ബലിയാടാവും. പാവോ? അയാളോ? എന്തറിഞ്ഞിട്ടാ നീ അയാളെ പാവോന്ന് പറയുന്നത്? അയാള് പാവൊന്നുമല്ല. ഓരോ വരവിനും എന്തെങ്കിലും ദുരന്തങ്ങൾ വിതച്ചിട്ടാ അയാള് പോവാറുള്ളത്. ഇത്തവണ അത് സംഭവിച്ചു. അച്ഛനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നേ? അഭിയേട്ടൻ അച്ഛനെ ഇഷ്ടമല്ലെങ്കിലും അച്ഛൻ അഭിയേട്ടൻ എന്ന് പറഞ്ഞ ജീവനാ. അഭിയേട്ടനും പഞ്ചരത്നങ്ങൾക്കും ദോഷം വരുന്ന ഒന്നും അച്ഛൻ ചെയ്യില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ചോദിച്ചത് കേട്ടില്ലേ? അയാളുടെ വിശേഷങ്ങൾ നിനക്കെങ്ങനെ അറിയാന്ന് അച്ഛൻ പറഞ്ഞിട്ട്. അപ്പോ നീ അയാളെ? അയാളല്ല, എന്റെ അച്ഛൻ. അങ്ങനെ വേണം വിളിക്കാൻ. അച്ഛന് ഞാനും തമ്മില് പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ അച്ഛൻ പാവമാണമ്മേ. അച്ഛന്റെ മനസ്സ് ആരെക്കാളും നന്നായി എനിക്കറിയാം. എന്നെയും അഭിയേട്ടനെയും ഒക്കെ സ്നേഹിക്കാനും ലാളിക്കാനും ആ മനസ്സ് ഒരുപാട് കൊതിച്ചിരുന്നു. എന്റെ കാതി കിടക്കുന്ന കമ്മലി ഉണ്ടോ? ഇതെനിക്ക് അച്ഛൻ സമ്മാനമായി തന്നതാ. അച്ഛൻ ചെയ്തു എന്ന് പറയുന്ന കുറ്റം വെറുതെ ആരോപിക്കുന്നതാ. അച്ഛന് ഒരാളെയും കൊല്ലാൻ കഴിയില്ല, അതെനിക്കറിയാം. മോളെ, നിന്നെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ മോക്ക് ഈ ഗതി വരുത്തിയവൻ ആരായാലും ഈ അമ്മ വെറുതെ വിടില്ല. ഒരു പ്രാർത്ഥനയുള്ള എനിക്ക്, അമ്മ ഇപ്പൊ കാണിക്കുന്ന ഈ സാന്ത്വനവും സ്നേഹവും കാപട്യമായിരിക്കരുതെന്ന്. ഇവളീ പറഞ്ഞതിന്റെ അർത്ഥം മഹേന്ദ്രനെ പോലെ ഞാൻ ഇവളെ ചതിക്കുകയാണെന്നല്ലേ? അപ്പോ അങ്ങനെ ഒരു സംശയം ഇവളുടെ മനസ്സിലുണ്ട്. ഇവൾക്ക് സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി വെച്ച് താമസിപ്പിച്ചിട്ട് അർത്ഥമില്ല. കാര്യങ്ങൾ ഉടനെ തീരുമാനമാക്കണം. നിന്റെ മുമ്പില് ഈ അമ്മ ഒരിക്കലും കാപട്യം കാണിക്കില്ല മോളെ. അമ്മയെ നീ അവിശ്വസിക്കരുത്. ആ വേദനയും കൂടി താങ്ങാനുള്ള കരുത്തില്ല എനിക്ക്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു.
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.